ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം കേക്കാണ്. ഈസ്റ്റേൺ പ്ലം കേക്ക്. ഈസ്റ്റേൺ എന്ന് പറഞ്ഞാൽ സോക്കിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പൊടിഞ്ഞൊക്കെ പോവാതെ നല്ലതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്കിനി കാണാം എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അതിനകത്ത് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ്, ചെറീസ്, പിന്നെ ബ്ലാക്കും റെഡും റൈസൻസ്, പിന്നെ ടൂട്ടി-ഫ്രൂട്ടി, പിന്നെ കുറച്ച് ബദാമും കാഷ്യൂസും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുക്കുക. അതിനകത്ത് നമുക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര, പാൻ ചൂടായതിന് ശേഷം വേണം 3/4 കപ്പ് പഞ്ചസാര അതിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇതുപോലെ നികത്തി കൊടുക്കുക. പിന്നെ സൈഡിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ ഡാർക്ക് കളർ ഷെയ്ഡ് വരുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അതുവരെ അതങ്ങനെ ഇരിക്കട്ടെ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം വേണം വെക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഡാർക്ക് കളർ വന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സൂക്ഷിക്കണം. അപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം തീ ഒന്ന് കൂട്ടി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് മിക്സാക്കി കൊടുക്കണം. ഒരു ഡാർക്ക് കളർ വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഷുഗർ കാരമലാണ് ചെയ്യുന്നത്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് കരിഞ്ഞു പോവല്ലേ. പിന്നെ നമുക്ക് വേറൊരു കപ്പിൽ 1/2 കപ്പ് ചൂടുവെള്ളം വേണം എടുക്കാനായിട്ട്. ഇതൊന്ന് ഈ കളറായി വരുമ്പോൾ നമുക്ക് കുറേശ്ശായിട്ട് ആ വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ദേഹത്തോട്ടൊന്നും തെറിക്കാതെ സൂക്ഷിക്കണം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ കട്ടയൊക്കെ ആവും. പേടിക്കാൻ ആവശ്യമില്ല. ഇതൊക്കെ ചൂടായി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതെല്ലാം ഇതിനകത്ത് മെൽറ്റായി വരും. നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം തിളച്ച് കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു 3/4 ഭാഗം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റണം. പിന്നെ ഒരു 1/4 ഭാഗം പാത്രത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് അതിനകത്തോട്ട് ഇട്ട് നമുക്കൊന്ന് സോക്കിയെന്ന് പറഞ്ഞാൽ ഒന്ന് മിക്സാക്കി എല്ലാം കൂടെ ഒന്ന് കുറച്ച് നേരത്തേക്ക് വെക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നവരെ ഇതെല്ലാം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അങ്ങനെ ഇതൊക്കെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഞാനൊരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുക്കും. അതിനകത്തൊരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം വേണം എടുക്കാനായിട്ട്. പിന്നെ അതിനകത്ത് നമുക്ക് 1.5 സ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ജാതിക്ക, കറുവാപ്പട്ട, ഗ്രാമ്പു ഇത്രയും കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ ചുക്കുപൊടി അതും കൂടെ വേണം ഒരു 1/4 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. പ്ലം കേക്കൊക്കെ നമ്മൾ എപ്പോഴും ആയാലും ഉണ്ടാക്കി 2 ദിവസം ഒന്ന് വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നാലേ അതിനുള്ള ശരിക്കുള്ള ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം കട്ട് ചെയ്യില്ല, അതിൻ്റെ പിറ്റേ ദിവസമേ കട്ട് ചെയ്യാവുള്ളൂ. എന്നാൽ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റേ അറിയാൻ കിട്ടത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണക്ക് നമുക്ക് 2 വട്ടം കൂടെ ഒന്ന് ഇടഞ്ഞെടുക്കാം. പിന്നെ വേറെ ഒരു ബൗൾ എടുക്കുക. അതിനകത്ത് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഏത് സാധനം എടുക്കുകയാണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനകത്ത് നമുക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് ഫ്ലഫിയായി ഡബിൾ ആവുന്ന വരെ നമുക്ക് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിനകത്ത് ഞാൻ 1/2 കപ്പ് പൗഡർ ഷുഗർ എടുത്തിട്ടുണ്ട്. അതും കൂടെ കുറേശ്ശെ ആയിട്ടൊന്ന് ആദ്യം മുട്ടയൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് ബീറ്റായി വരുമ്പോൾ പൊങ്ങി വരുമ്പോൾ അതിന് ശേഷം നമുക്ക് കുറേശ്ശെ ആയിട്ട് അതും ഇട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പഞ്ചസാരയൊക്കെ മുഴുവനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ടയൊക്കെ നല്ലതായിട്ട് ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കകത്ത് ഈ കാരമലൊക്കെ ഒന്ന് തണുത്തിട്ട് കഴിഞ്ഞിട്ട് ഈ കാരമൽ നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് അത് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അതിനകത്ത് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ 1/4 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. മെൽറ്റഡ് ബട്ടർ വേണം എടുക്കാനായിട്ട്.
പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. രണ്ടും നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ പകരമായിട്ട് ഏതെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ എടുത്താലും മതി. ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുത്താലും മതി. 1/2 കപ്പ് വീതം ഒഴിച്ചാൽ മതി, ഏതെങ്കിലും ഒരു സാധനം. ഞാൻ രണ്ടും കൂടി ഒഴിക്കുന്നുണ്ട്. 1/2 കപ്പാണ് ഒഴിച്ചേക്കുന്നത്. 1/4 കപ്പ് വീതമായിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കുറേശ്ശെ ആയിട്ടൊന്ന് സ്പാച്ചുലയും കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് 2 ടേബിൾ സ്പൂൺ നമുക്ക് മേദ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് വെച്ചേക്കുന്നത് അത് എടുക്കൽ വേറെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിനകത്ത് ഞാൻ നാരങ്ങയുടെ മേളത്തെ തൊലിയുണ്ട്, അതും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ള പോർഷൻ വരാതെ ശ്രദ്ധിക്കണം. ആ യെല്ലോ പോർഷൻ മാത്രമേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ മുഴുവൻ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാൻ. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് വേണ്ടി ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിനകത്ത് നട്ട്സും അതെല്ലാം കൂടെ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ പിന്നെയാണ് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നല്ല ഉയരമുള്ള കേക്ക് ടിൻ വേണം എടുക്കാനായിട്ട്. അതിനകത്ത് അടിക്കുകയാണെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാൻ മറന്നുപോലും. എന്നിട്ട് 1 മണിക്കൂർ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് എണ്ണയൊക്കെ തടവി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. പിന്നെ ഈ മേളിൽ കൂടി ഇതുപോലെയൊക്കെ നട്ട്സൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ 55 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ആണെങ്കിൽ 5 മിനിറ്റ് ഞാൻ മേളത്തെ ടോപ്പിൽ വെച്ചിട്ട് അങ്ങനെ ചൂടാക്കി ഒന്നും കൂടെ ഡാർക്ക് കളർ കിട്ടാനായിട്ട് 5 മിനിറ്റ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ നോക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട്. അങ്ങനെ എന്തായാലും 1 മണിക്കൂർ പിടിക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. അങ്ങനെ നമുക്ക് കേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആ കേക്കെല്ലാം ബേക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അതിൻ്റെ പിറ്റേ ദിവസമേ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുള്ളൂ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. ഇനി നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ ഫ്രണ്ട്സ്.